നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജ്യതലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് വിദ്യാർത്ഥികളും യുവാക്കളും ആരംഭിച്ച ചരിത്രപരമായ സമരം നിർണായകമായ 35ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജന്തർ മന്ദറിൽ തികച്ചും സമാധാനപരമായി ആരംഭിച്ച യുവ മുന്നേറ്റത്തിന് നേരെ ഡൽഹി പോലീസ് കാണിച്ച ക്രൂരമായ അസഹിഷ്ണുതയും ലാത്തിചാർജും രാജ്യത്തിന് തന്നെ നാണക്കേടാണ്. അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ തളരാതെ ഇവിടുത്തെ സമരാഗ്നി രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികളെയും ജനാധിപത്യ വിശ്വാസികളെയും ഒരുപോലെ അണിനിരത്തി മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ യാതൊരുവിധ ഔദ്യോഗിക പിന്തുണയുമില്ലാതെ സമൂഹ മാധ്യമങ്ങളുടെ കരുത്തിൽ മാത്രം തരംഗമായി മുന്നേറുന്ന ഈ സമര പരമ്പര രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഡൽഹിയിലേക്ക് ആകർഷിച്ചിരിക്കുകയാണ്. രാജ്യതലസ്ഥാനത്ത് ഇത്രയും വലിയൊരു പ്രതിഷേധം നടക്കുമ്പോൾ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഡൽഹി പോലീസ് തെരുവിലിട്ട് ചവിട്ടി മെതിക്കുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി രേഖ ഗുപ്തയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡൽഹിയിൽ അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയായി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയിച്ചു പോകുന്ന തരത്തിലുള്ള ദയനീയമായ ഒളിച്ചോട്ടമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വിദ്യാർത്ഥികൾ നീതി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയിട്ടും പോലീസ് അതിക്രമങ്ങളിൽ പരിക്കേറ്റ് രക്തമൊഴുക്കിയിട്ടും രേഖ ഗുപ്ത എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന ചോദ്യം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. ഏത് വിധേനയും ഈ വിദ്യാർത്ഥി സമരത്തെ ചോരയിൽ മുക്കി അടിച്ചമർത്താൻ മാത്രമേ ഭരണകൂടവും ഡൽഹി പോലീസും ശ്രമിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമാണ്. ഡൽഹിയിലെ രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണം എങ്ങനെ തടയുമെന്ന ആലോചനയിലായിരിക്കാം മുഖ്യമന്ത്രിയെന്നും അതുകൊണ്ടാണോ ഈ വലിയ സാമൂഹിക പ്രശ്നങ്ങളൊന്നും അവരുടെ കണ്ണിൽ പെടാത്തതെന്നും സോഷ്യൽ മീഡിയയിൽ കടുത്ത പരിഹാസങ്ങൾ ഉയരുന്നുണ്ട്. അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ അതിരുകടന്നതോടെ ഒടുവിൽ താൻ ജീവനോടെ ഉണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും യുവാക്കൾക്ക് ശോഭനമായ ഭാവി ഉറപ്പാക്കുന്നതിനുമാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന പതിവ് പല്ലവിയാണ് ആവർത്തിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക പ്രതികരണം തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവെച്ചുകൊണ്ട് മാത്രമാണ് അവർ തടിയൂരാൻ ശ്രമിച്ചത്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ലംഘിക്കുകയും അവരുടെ കഠിനാധ്വാനത്തിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഗുപ്ത അവകാശപ്പെടുന്നുണ്ടെങ്കിലും തന്റെ കൺമുന്നിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ക്രൂരമായ ലാത്തിചാർജിലോ പോലീസിന്റെ മൃഗീയമായ ആക്രമണങ്ങളിലോ മുഖ്യമന്ത്രി തന്റേതായ നിലയിൽ ശക്തമായ ഒരു അപലപനം പോലും നടത്തിയിട്ടില്ലെന്നത് ലജ്ജിപ്പിക്കുന്നതാണ്. നരേന്ദ്രമോദിക്ക് പിന്നിൽ അണിനിരക്കുന്ന രേഖ ഗുപ്തയെ പോലുള്ളവരുടെയൊക്കെ വാടഞ്ഞു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനകീയ മുന്നേറ്റത്തിന് മുന്നിൽ ഒരു ഭരണകൂടത്തിനും അധികകാലം മൗനം പാലിക്കാനാകില്ല. എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ശക്തമായി സമരാഗ്നി രാജ്യമാകെ പടർന്നു പന്തലിക്കുക തന്നെ ചെയ്യും. പൂർണ്ണ നീതി നടപ്പാക്കും വരെ ഈ പോരാട്ടം അടങ്ങുകയില്ലെന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമാണ്.